എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഗ്യാസുകാരം പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, കളിയും ചിരിയും ഉസുറിയൊക്കെ കഴിഞ്ഞത് പുതച്ച് മൂടി ഒരുത്തം കിടക്കുന്നു കേട്ടോ. കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് ചുരുണ്ടുകൂടി പുതച്ച് മൂടി കിടക്കുന്നു. കണ്ടില്ലേ? ഉറക്കം കണ്ടില്ലേ? മണി 9:10 കേട്ടോ, രാത്രിയാണ് കിടക്കുന്നത്. ഇത്രയും നേരം നമ്മുടെ പിറകെയും മമ്മിയുടെ കൂടെയുള്ള കളിയും മമ്മിക്ക് ഉമ്മൻ തരൽ, ചേട്ടന് ഉമ്മൻ തരൽ, അച്ഛന് ഉമ്മന്ന് കൊടുക്കൽ, ഒന്നും പറയണ്ട. ഒക്കെ കുസൃതിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു വേണ്ടോ. പൊന്നെ രാവിലെയുള്ള തുടപ്പ് എനിക്ക് വയ്യ. ആ മുഖത്തിന് വായുടെ അവിടെയൊക്കെ തുടച്ചു വിട്. വായുടെ അവിടെ തുടക്ക്. ബാ, കണ്ണ് തുടച്ച പൊന്നാ, കണ്ണൊക്കെ തുടക്ക്. കണ്ണൊക്കെ തുടക്ക്. കണ്ണൊക്കെ വെച്ച് നോക്കുന്നത് എന്തിനാണ്? അപ്പൂപ്പന്മാരില്ല അവിടെ, നീ നോക്കണ്ട. പതിവ് പോലെ വന്ന് എത്തി നോക്കുന്നു കേട്ടോ. ഇതുണ്ടല്ലോ മോനു, നമ്മൾ വെയിൽ കൊള്ളാൻ വന്ന്. നല്ല വെയിലുണ്ട്, സുഖമുണ്ട്. ആ തണുപ്പത്ത് വെയിൽ കൊണ്ടപ്പോൾ എന്താ സുഖം. രാവിലെ എല്ലാവരും ഇവിടെ എല്ലാവരും വെയിൽ കൊള്ളും തണുപ്പത്ത് അല്ലേ. ആരാ വിളിക്കുന്ന? നെയ്ബേഴ്സ് അല്ല പൊന്നാ. ഇവിടെ വന്നേടാ, ബാടാ. എന്താ നോക്ക്? എടുത്തേ ബോളവിടെ, ബോളവിടെ. ആ ഈ നടി അയച്ചു പറയും. എടുത്തോ പൊന്നെടുത്തോ. പൊന്നെടുത്തോ. എടുത്തോ, പൊക്കി പിടിച്ചോ, കയറിക്കോ. എടുക്ക്. ആ ബോള് താഴെ പോയി. പിടിച്ചോ, ക്യാച്ച്. അതും പോയി, കണ്ടില്ലേ? ഓ, എടുക്ക് പെട്ടെന്ന് അത് അവൻ്റെ തലേ വീണാ. എടുക്ക്. ഓ എറിഞ്ഞതാണാ കള്ള, എറിഞ്ഞതാ. നല്ല എടുക്കാൻ പറ്റുള്ളൂ. അവൻ്റെ തലയിൽ വീണ എൻ്റെ പൊന്നിൻ്റെ. ബാ, ഇങ്ങോട്ട് വാ. ഓടി വന്നോ. ഓടിപ്പോണ്. പിടിച്ചോ. ഇന്ന് മോൻ്റെ ബോള് കളിയൊക്കെ ഒന്ന് എല്ലാവരും കാണണേ. പിടിച്ചോ. എടുക്ക. കാലുകൊണ്ട് തട്ടണുണ്ടോ? എന്താ ബോള് കളി. എടുക്ക പൊന്നാ. എടുത്തോണ്ട് വാ. ബോൾ എടുത്തോണ്ട് വാ. പിടിച്ചോ, ക്യാച്ച്. എടുക്കടാ. മോനെ എടുക്കണ്ടേ? ഇടയിൽ പോയാ. ബോൾ കളി രാമനാണ്. എല്ലാവരും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. എവിടെ വായിന്നെടുക്ക്. എടുത്തോണ്ടോ. മമ്മി അവിടെ നിന്ന് സെറ്റ് മാറ്റി എടുത്തോണ്ട് വാ പൊന്നോ. കാലുകൊണ്ട് തട്ടണം നോക്കും. പോയാ എടുത്തോണ്ട് വാ.
എടുത്തോട്ട് വാ. എവിടെയാണ്? ഗ്യാസിൻ്റെ ഇടയിലാ? ഓടിപ്പോ. കണ്ടോ കളിക്കണ നോക്കൂ, കളിക്കണ കണ്ടോ? ഭയങ്കര ഫുട്ബോൾ ചാമ്പ്യനാണ് കേട്ടോ. പോയി കട്ടിൻ്റെ ഇടയിൽ പോയി. ഇനി വയ്യ മാമിക്ക് കട്ടിൻ്റെ അവിടെ. മാമി ഇറച്ചിയൊക്കെ വേവിക്കട്ടെ പൊന്നിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, മുകളിൽ ഒരു ബക്കറ്റ് തുണി വിരിച്ചിട്ട് വന്നു കേട്ടോ. മോൻ ഇവിടെ തന്നെ അടുക്കളയിൽ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഭക്ഷണം വെക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 100 പ്രാവശ്യം കൈയും കഴുകി വന്നു. പുട്ടെന്ന് പറഞ്ഞാൽ ബീൻസ് ഇതേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തോരന് കേട്ടോ. ഇത് ഇവിടുത്തെ പാവക്ക ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. അത് മഞ്ഞപ്പൊടിയിലൊക്കെ കഴുകി, മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകി ഞാൻ ഈ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ട്, അധികം വറുത്തെടുക്കൂല, ഒരു പകുതി വറുത്തിട്ട് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വേവിക്കും. ഇത് അങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കേട്ടോ. തക്കാളി ചട്നിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഗോബി, അതായത് നമ്മുടെ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്ക് വരട്ടി രാവിലെ മോനൊക്കെ കൊടുത്തതിൻ്റെ കറി ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കറിയൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇച്ചിരി എണ്ണ എടുത്തിട്ട് കടുക് പൊട്ടിച്ചു. എന്നിട്ട് ഇതേ പാവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞത് ഒന്ന് ഇടുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ കേട്ടോ, ഒരുപാട് എണ്ണ ഒഴിക്കരുത്. ഇതിൻ്റെ ഒരു പകുതി ഞാൻ വറുക്കും, പകുതി വറുപ്പാക്കും കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും. ഇവിടെ ഈ പാവയ്ക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ എല്ലാവർക്കും. ഇല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് പീസ് ഇത്തിരി വെളുത്തുള്ളിയും കടുകെണ്ണയൊക്കെ കൂടെ ചേർത്ത് ഇടും, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീൻസ് തേങ്ങയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് തോരൻ വെക്കാനാണ് കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഇട്ടിട്ട് ഇത് കുറച്ച് തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ. തേങ്ങ ഇനി തിരുവണം. വെള്ള തേങ്ങ എന്താണെന്ന് വെച്ചാൽ ഇട്ട്. മോനും ഇല്ല കേട്ടോ. മോൻ ടിഫിൻ കൊണ്ടുപോയി, മോള് കഴിച്ചുകൊണ്ട് പോയി റൊട്ടിയും കോളിഫ്ലവർ കറിയൊക്കെ. അപ്പോൾ അതിൻ്റെ രാവിലത്തെ കറി ഇരിപ്പുണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് കൂവരവ് റാഗി പൊടിച്ചു ഞാൻ അരച്ച് അതെടുത്തിട്ട് അത് ഉണ്ടാക്കിയായിരുന്നു. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അത് വേഗട്ടെ, വെള്ളമില്ലാതെ വേഗട്ടെ. നമ്മുടെ പാവക്കതി ഒന്ന് വരണ്ട് വരട്ടെ. ഒരുപാട് വറുക്കില്ല കേട്ടോ, ഒരു പകുതി വറുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കും. ഇങ്ങനെ നല്ല കയ്പ്പാണ് കേട്ടോ ചെറിയ പാവയ്ക്ക്, എന്നാലും ഒരു ടേസ്റ്റാണ്. ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഭക്ഷണം. തക്കാളി ചട്നി, നല്ലൊരു തക്കാളി ചട്നിയും അതൊക്കെ മതി. അച്ചാറുണ്ട്. നമ്മൾ പാവയ്ക്കയിൽ ഒരുപാട് എണ്ണ ഇട്ടാലേ എണ്ണ വേവിച്ച് കഴിയുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് നിൽക്കും കേട്ടോ. അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്. ഒരു കുറച്ച് എണ്ണയിൽ അതൊന്ന് പകുതി വറുക്കാക്കിയിട്ട് ഇടും. നമ്മൾ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇല്ലേ പിന്നെ ഞാനൊന്ന് സ്റ്റീം ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് പീച്ചി കടുകെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട് കേട്ടോ ബംഗാളികൾ. അത് ഒരു ദിവസം കാണിച്ചു തരാം. ബീൻസ് തോരനൊക്കെ ആയി കേട്ടോ. ബീൻസ് തോരനായി. ഇവിടെ പാവയ്ക്ക വരുന്ന വേവുന്നുണ്ട്. പാവയ്ക്കയും വെന്ത് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ തക്കാളി ചട്നി വെക്കണം, മോൻ്റെ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ചോറ് വെക്കണം, ചിക്കൻ വെക്കണം. അപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് വിരിച്ചു കൊടുത്തത് അവന് കിടക്കാൻ തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ്. ഹായ്. ഇപ്പുറത്തെ കയ്യിൽ കൊടുത്തേ. ഇപ്പുറത്തെ കൈ കൊണ്ട് കൊടുക്കുക. ഹായ്. എല്ലാ ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്, ആൻറ്റിമാർക്ക്, അങ്കിൾമാർക്ക് ഒരു ഹായ്. തന്നെ പൊന്നു ഹായ്. അപ്പം മോൻ്റെ ഹൈയൊക്കെ കിട്ടിയട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത്. എന്നും വീഡിയോ ഇടണ്ടേ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വീഡിയോ ഇടണം. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. കുറേ അലക്കാനുണ്ട്, സെറ്ററും മോൻ്റെ ഷാളും മോൻ്റെ ഡ്രസ്സുകളും എല്ലാം. മോൻ്റെ ഷാളൊക്കെ ഇന്ന് അലക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ അവിടെ കിടന്നു പോകാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.